കോൺക്രീറ്റ് നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് ഓർക്കുന്നത്? സിമന്റ്, പിന്നെ കുറച്ച് മണല്, കല്ല്, വെള്ളം, അത്രയേ ഉള്ളൂ അല്ലേ? അതെ, ഒരു സാധാരണ മിശ്രിതം എന്നേ മിക്കവരും കരുതൂ. പക്ഷെ സത്യത്തിൽ അതങ്ങനെയല്ല. ഒരു കുഞ്ഞിനെ വളർത്തുന്നതുപോലെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന്റെ ജനനം, ബാല്യം, വളരെ നല്ലൊരു താരതമ്യമാണത്. ഓരോ ഘട്ടത്തിലും നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ, ആ പരിചരണം, അതാണൊരു കെട്ടിടത്തിന്റെ ഭാവിയും കരുത്തും ആയുസ്സുമൊക്കെ നിർണയിക്കുന്നത്. തീർച്ചയായും. ആ ജനനം മുതൽ പൂർണ്ണ കരുത്തെത്തുന്നതുവരെയുള്ള ഓരോ ഘട്ടവും ഒരുപോലെ പ്രധാനമാണ്. അപ്പോ ഇന്ന് നമ്മള് കോൺക്രീറ്റിന്റെ ആ ജീവിതചക്രത്തിലൂടെ ഒരു യാത്ര പോവുകയാണ്. നിങ്ങളുടെ കൈവശമുള്ള ഈ പഠനങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് സംസാരിക്കാം. തീർച്ചയായും. മിക്സിംഗ് മുതൽ അതിന്റെ കരുത്ത് പരിശോധിക്കുന്നതുവരെ, പിന്നെ അതിന്റെ സ്വഭാവം മാറ്റാനുള്ള ചില സൂത്രവിദ്യകൾ വരെ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് ആ ജനനത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അതായത് മിക്സിംഗ്. തുടങ്ങാം. മെഷീനും ഉപയോഗിച്ചും കൈകൊണ്ടും മിക്സ് ചെയ്യുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. മെഷീൻ മിക്സിംഗ് ആണ് എപ്പോഴും നല്ലത്. കൂടുതൽ കൃത്യത കിട്ടുമല്ലേ? അതെ, കൃത്യം. എല്ലാ ചേരുവകളും ഒരുപോലെ യോജിപ്പിക്കും. സാധാരണയായി ഒരു 1.5 അല്ലെങ്കിൽ 2 മിനിറ്റ്, അത്രയും മതി. അതിനൊരു സ്പീഡൊക്കെ ഉണ്ടോ? ഉണ്ട്. ഏകദേശം 15 RPM, അതായത് ഒരു മിനിറ്റിൽ 15 തവണ കറങ്ങുന്ന വേഗത. അതിൽ കൂടുതൽ നേരമിട്ട് കറക്കിയാൽ കല്ലും മണലും വേർപിരിഞ്ഞു പോകും. അത് കോൺക്രീറ്റിന്റെ ഗുണം കുറയ്ക്കും. ഓക്കെ, അപ്പോ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴോ? നമ്മുടെ നാട്ടിൽ ചെറിയ പണികൾക്കൊക്കെ അതാണല്ലോ കൂടുതൽ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മിഷ്യന്റെ അത്രയും കൃത്യത കൈകൊണ്ട് കിട്ടില്ല. ഇല്ല. അപ്പോൾ ആ ഒരു കുറവ് നികത്താനാണ് നമ്മൾ സാധാരണയായി 10% കൂടുതൽ സിമന്റ് ചേർക്കാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലേ അത്? വെറുമൊരു കണക്ക് മാത്രമല്ല അല്ലേ? അല്ല, അതൊരു മിനിമം കണക്കാണ്. സൈറ്റിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ അതിലും കൂടുതൽ വേണ്ടിവരും. അതൊരു അനുഭവജ്ഞാനം കൂടിയാണ്. ശരിയാണ്. പിന്നെ വെള്ളം ചേർത്തതിനു ശേഷം ഒരു 3 തവണയെങ്കിലും മിശ്രിതം നന്നായി മറച്ചു കൂട്ടി യോജിപ്പിക്കണം. എന്നാലേ എല്ലായിടത്തും ഒരുപോലെ എത്തൂ. ഓക്കെ, അപ്പം മിശ്രിതം തയ്യാറായി. ഇനി അത് അച്ചിലേക്ക് ഒഴിച്ചാൽ മാത്രം മതിയോ? അതിനുള്ളിൽ വായു കുടുങ്ങിയിരിക്കില്ലേ? നല്ല ചോദ്യം. അതാണ് അടുത്ത ഘട്ടം, കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ? അതെ, നമ്മൾ കോൺക്രീറ്റ് ഒഴിക്കുമ്പോൾ അതിനുള്ളിൽ ധാരാളം വായു കുമിളകൾ കുടുങ്ങും. ഇവ പിന്നീട് വിടവുകളായി മാറും. ഇത് കോൺക്രീറ്റിനെ ദുർബലമാക്കും. എത്രത്തോളം ദുർബലമാകും? ഒരു 5% വായു കുടുങ്ങിയാൽ പോലും കോൺക്രീറ്റിന്റെ കരുത്ത് 30% വരെ കുറയാം. അത്രയധികമോ? അതെ. അപ്പോ ഈ വായുവിനെ പുറത്തേക്ക് കളഞ്ഞ് കോൺക്രീറ്റിനെ കൂടുതൽ ദൃഢമാക്കുന്നതിനാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അതിനാണല്ലോ നമ്മൾ വൈബ്രേറ്ററുകൾ ഉപയോഗിക്കുന്നത്. അതെ, പലതരത്തിലുണ്ട്. നീഡിൽ വൈബ്രേറ്റർ, സ്ക്രീഡ് ബോർഡ് വൈബ്രേറ്റർ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഓരോന്നിനും ഓരോ ഉപയോഗമാണ്. തൂണുകൾ, ഭിത്തികൾ, ബീമുകൾ, ഇതിലൊക്കെ കോൺക്രീറ്റിന്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്നൊരു സൂചി പോലെയുള്ള ഒന്നാണ് നീഡിൽ വൈബ്രേറ്റർ. ഓക്കെ, എന്നാൽ വലിയ തറകൾ, അതായത് സ്ലാബുകൾ വാർക്കുമ്പോൾ അതിന്റെ മുകളിലൂടെ നിരക്കിക്കൊണ്ടുപോകുന്ന ഒരു പലക പോലെയുള്ള വൈബ്രേറ്ററുണ്ട്. അതാണ് സ്ക്രീഡ് ബോർഡ്. പിന്നെ ഫോം വർക്കിൽ ഘടിപ്പിക്കുന്ന ഒന്നുണ്ടല്ലോ. ഫോം വർക്ക് വൈബ്രേറ്ററുകൾ. അത് കോൺക്രീറ്റ് ഒഴിക്കുന്ന പലകകളിൽ പുറത്തുനിന്നും ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കും. അത് ആ അച്ചിനെ മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യിക്കും. അപ്പോൾ കോൺക്രീറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെന്തിനാണ് ദിവസങ്ങളോളം അതിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. വെറുതെ ഉണങ്ങാൻ വിട്ടാൽ പോരെ? അതാണ് പലർക്കും പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. കോൺക്രീറ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ബാല്യകാലം എന്ന് പറയാം. അതാണ് ക്യൂറിംഗ്. കോൺക്രീറ്റ് ഉറക്കുന്നത് വെറുതെ വെള്ളം വറ്റിപ്പോകുന്നതുകൊണ്ടല്ല. അത് സിമന്റും വെള്ളവും തമ്മിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനം, അതായത് ഹൈഡ്രേഷൻ വഴിയാണ്. ഹൈഡ്രേഷൻ. ഈ രാസപ്രവർത്തനം നടക്കാൻ ഈർപ്പം അത്യാവശ്യമാണ്. വെയിലേറ്റ് വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോയാല് ആ പ്രവർത്തനം നിൽക്കും. അതെ, അത് പാതിവഴിയിൽ നിലയ്ക്കും. കോൺക്രീറ്റിന് ഒരിക്കലും അതിന്റെ പൂർണ്ണമായ കരുത്ത് കിട്ടില്ല. അപ്പോൾ ഈ വെള്ളമൊഴിക്കുന്നത് ആ രാസപ്രവർത്തനം പൂർത്തിയാകാൻ വേണ്ടിയാണല്ലേ? കൃത്യം. കോൺക്രീറ്റിലെ ഈർപ്പം നഷ്ടപ്പെടാതെ നിലനിർത്തുന്ന പ്രക്രിയ, അതാണ് ക്യൂറിംഗ്. അതിന് പല വഴികളുണ്ട്. സ്ലാബുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തും. പോണ്ടിംഗ്. അതെ, പോണ്ടിംഗ്. തൂണുകളിലാണെങ്കിൽ നനഞ്ഞ ചണച്ചാക്ക് വെച്ച് പൊതിയും. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡായ രീതികളുണ്ടല്ലോ. ഉണ്ട്. സ്റ്റീം ക്യൂറിംഗ്. ഫാക്ടറികളിൽ മുൻകൂട്ടി നിർമ്മിക്കുന്ന കോൺക്രീറ്റ് ഭാഗങ്ങൾ, അതായത് പ്രീകാസ്റ്റ് കോൺക്രീറ്റ്, വേഗത്തിൽ കരുത്താർജിക്കാൻ നീരാവി ഉപയോഗിക്കുന്ന രീതിയാണിത്. ഈ കരുത്ത് കൂടുന്നതിനൊരു ടൈം ലൈൻ ഉണ്ടല്ലോ, അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി.
ഒരു ദിവസം കൊണ്ട് വെറും 16%. അതെ. 7 ദിവസം കൊണ്ട് 65%. പിന്നെ 28 ദിവസം എടുക്കും 98% ആകാൻ. അതൊരു എക്സ്പോണൻഷ്യൽ വളർച്ചയാണ്. ശ്രദ്ധിച്ചോ? ആദ്യത്തെ ആഴ്ചയിലാണ് പകുതിയിൽ കൂടുതൽ കരുത്തും വരുന്നത്. അവിശ്വസനീയം. അപ്പോൾ കോൺക്രീറ്റിന്റെ യഥാർത്ഥ സ്വഭാവം രൂപപ്പെടുന്നത് ആദ്യത്തെ ഒരാഴ്ചയിലാണെന്ന് പറയാം. തീർച്ചയായും. അതുകൊണ്ടാണ് ആദ്യത്തെ ആഴ്ചയിലെ ക്യൂറിങ്ങിൽ കാണിക്കുന്ന ഒരല്പം അശ്രദ്ധ പോലും അത് കെട്ടിടത്തിന്റെ ആയുസ്സിനെ കാര്യമായി ബാധിക്കും. അതുകൊണ്ടാണോ 28 ദിവസത്തെ കരുത്ത് ഒരു മാനദണ്ഡമായി എടുക്കുന്നത്? അതെ. 28ാം ദിവസത്തെ കരുത്താണ് സാധാരണയായി ഒരു കോൺക്രീറ്റിന്റെ ഡിസൈൻ സ്ട്രെങ്ത്, അതിന്റെ പൂർണ്ണ കരുത്തായി നമ്മൾ കണക്കാക്കുന്നത്. ഓക്കേ. അപ്പോൾ ആ ടെസ്റ്റിംഗിലേക്ക് വരാം. കോൺക്രീറ്റിന് നമ്മൾ വിചാരിച്ച കരുത്തുണ്ടോ എന്ന് എങ്ങനെ ഉറപ്പിക്കും? ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ എന്നൊരു വാക്ക് ഞാൻ കണ്ടു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൊട്ടിച്ചു തന്നെയാണ് നോക്കുന്നത്. ആണോ? അതെ. കോൺക്രീറ്റിന് താങ്ങാനാവുന്ന മർദ്ദം എത്രയാണെന്ന് അറിയാനാണ് ഈ ടെസ്റ്റ്. ഇതിനായി നമ്മൾ കോൺക്രീറ്റ് വാർക്കുമ്പോൾ തന്നെ അതിന്റെ കുറച്ച് സാമ്പിളുകൾ എടുക്കും. ക്യൂബുകളായിട്ടോ സിലിണ്ടറുകളായിട്ടോ അല്ലേ? അതെ. 15 സെന്റിമീറ്റർ വശങ്ങളുള്ള ക്യൂബുകൾ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ വ്യാസവും 30 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടറുകൾ. ഇവയെ 28 ദിവസം വെള്ളത്തിൽ ക്യൂർ ചെയ്യും. എന്നിട്ട് ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് പൊട്ടിക്കുന്നതുവരെ ഭാരം കൊടുക്കും. ഇതിലെ ഞാൻ ശ്രദ്ധിച്ചൊരു കൗതുകകരമായ കാര്യം സാമ്പിളിന്റെ ആകൃതിക്ക് പോലും പ്രാധാന്യമുണ്ടെന്നതാണ്. ഒരേ കോൺക്രീറ്റിൽ നിന്നെടുത്ത ക്യൂബിന് സിലിണ്ടറിനേക്കാൾ കുറഞ്ഞ കരുത്തേ കാണിക്കൂ എന്ന്. ശരിയാണ്. ക്യൂബിന്റെ കരുത്ത് സിലിണ്ടറിന്റെ ഒരു 0.8 മടങ്ങേ കാണിക്കൂ. ഒരു മിനിറ്റ്, അതെന്താ അങ്ങനെ? ഒരേ കോൺക്രീറ്റ്, പക്ഷേ ആകൃതി മാറുമ്പോൾ കരുത്തു മാറുന്നു. അതിനൊരു കാരണമുണ്ട്. വളരെ ലളിതമാണ്. നമ്മളൊരു പേപ്പർ കീറാൻ ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് കീറിപ്പോവും, അല്ലേ? അതെ. അതുപോലെയാണ് ക്യൂബിന്റെ മൂർച്ചയേറിയ കോണുകൾ. മെഷീൻ മർദ്ദം കൊടുക്കുമ്പോൾ ആ കോണുകളിൽ സമ്മർദ്ദം കേന്ദ്രീകരിക്കും. സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയും. അവിടെ നിന്നാണ് അത് പൊട്ടിത്തുടങ്ങുന്നത്. പക്ഷേ സിലിണ്ടറിന് അങ്ങനെയൊരു ദുർബലമായ പോയിന്റ് ഇല്ല. അതുകൊണ്ട് ഭാരം എല്ലായിടത്തും ഒരുപോലെ താങ്ങാൻ കഴിയും. വളരെ വ്യക്തമായി. കംപ്രസീവ് സ്ട്രെങ്ത് മാത്രമല്ലല്ലോ ഒരു കെട്ടിടത്തിനു വേണ്ടത്. വലിവ് ബലം, വളയാനുള്ള കഴിവ്, ഇവയൊക്കെ. തീർച്ചയായും. പക്ഷെ കോൺക്രീറ്റ് വലിവ് ബലത്തിൽ വളരെ ദുർബലമാണ്. അതിനാണല്ലോ നമ്മൾ കമ്പിയിടുന്നത്. അതെ. കോൺക്രീറ്റിന് താങ്ങാൻ പറ്റാത്ത വലിവുബലം സ്റ്റീൽ കമ്പികൾ താങ്ങിക്കോളും. ഇതളക്കാൻ നേരിട്ടുള്ള വഴികളില്ല. അതുകൊണ്ട് പരോക്ഷമായൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് സ്പ്ലിറ്റ് സിലിണ്ടർ ടെസ്റ്റ്. അതെങ്ങനെയാണ്? അതിൽ സിലിണ്ടർ കിടത്തിവെച്ച് മുകളിൽ നിന്ന് മർദ്ദം കൊടുക്കും. അപ്പോൾ അത് നടുവേ പിളരും. ആ ബലം വെച്ചാണ് ടെൻസൈൽ സ്ട്രെങ്ത് കണക്കാക്കുന്നത്. ഓക്കേ. ഇനി നമുക്ക് കോൺക്രീറ്റിന്റെ കരുത്തിനെ സ്വാധീനിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ നിയമത്തിലേക്ക് വരാം. ജലസിമന്റ് അനുപാതം, അബ്രാംസ് ലോ. അതെ, വാട്ടർ സിമന്റ് റേഷ്യോ. ഇത് മനസ്സിലാക്കാൻ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ഉദാഹരണം വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഏറ്റവും മികച്ച ഉദാഹരണമാണത്. വെള്ളം പാകത്തിനാണെങ്കിൽ മാവ് നല്ല ഉറപ്പുള്ളതായിരിക്കും. നല്ല ചപ്പാത്തി കിട്ടും. വെള്ളം കൂടിപ്പോയാലോ? അത് ദോശമാവ് പോലെയാവും. ഒരു ഘടനയും ഉണ്ടാകില്ല. കോൺക്രീറ്റും ഇതുപോലെയാണ്. വെള്ളം രാസപ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. പക്ഷേ അളവ് കൂടിയാൽ പ്രയോജനത്തിൽ കൂടുതൽ വരുന്ന ഓരോ തുള്ളി വെള്ളവും കോൺക്രീറ്റ് ഉറച്ചു കഴിയുമ്പോൾ ബാഷ്പീകരിച്ചു പോകും. അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാകും. ഈ സുഷിരങ്ങളാണ് കോൺക്രീറ്റിനെ ദുർബലമാക്കുന്നത്. കൃത്യം. ചുരുക്കി പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കൂടുന്തോറും കോൺക്രീറ്റിന്റെ കരുത്ത് കുറയും. ഇതാണ് അബ്രാംസ് ലോ. അപ്പോ ആ അനുപാതത്തിന് കൃത്യമായ കണക്കുകളുണ്ടോ? ഉണ്ട്. ഹൈഡ്രേഷൻ പൂർണ്ണമാകാൻ സിമന്റിന്റെ ഭാരത്തിന്റെ 36% വെള്ളം വേണം. അതായത് 0.36 വാട്ടർ സിമന്റ് റേഷ്യോ. അതിൽ കുറഞ്ഞാലോ? 0.28 താഴെ വന്നാൽ ആവശ്യത്തിന് വെള്ളമില്ലാതെ മിശ്രിതം ശരിയായി യോജിക്കില്ല. ഹണി കോമ്പിംഗ് അഥവാ തേനീച്ചക്കൂട് പോലെയുള്ള വിടവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് കൂടുതൽ ഒഴുക്കുള്ള കോൺക്രീറ്റ് വേണം, പക്ഷെ കരുത്ത് കുറയാനും പാടില്ല. വെള്ളം കൂട്ടാനും പറ്റില്ല. എന്തു ചെയ്യും? അവിടെയാണ് നമ്മുടെ സൂത്രപ്പണി വരുന്നത്. അഡ്മിക്സ്ചറുകൾ. അതെ, അഡ്മിക്സ്ചേഴ്സ്. ഇവ കോൺക്രീറ്റിന്റെ ഒരു തരം മസാല പോലെയാണ്. ദോശമാവിൽ ഉപ്പോ പഞ്ചസാരയോ ചേർക്കുമ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നതുപോലെ. ഈ രാസവസ്തുക്കൾ കോൺക്രീറ്റിന്റെ സ്വഭാവം മാറ്റും. അതെ, വളരെ ചെറിയ അളവിൽ ചേർത്താൽ മതി. വെള്ളം ചേർക്കാതെ ഒഴുക്ക് കൂട്ടാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിസൈസറുകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ ഏതൊക്കെയുണ്ട്? ഒരുപാടുണ്ട്. ഒന്ന്, ആക്സിലറേറ്ററുകൾ.
പേര് സൂചിപ്പിക്കുന്നത് പോലെ സെറ്റിംഗ് സമയം വേഗത്തിലാക്കും. ഉദാഹരണത്തിന് കാൽഷ്യം ക്ലോറൈഡ്. തണുപ്പുള്ള കാലാവസ്ഥയിൽ കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റാകാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോ അതിന്റെ വിപരീതവും ഉണ്ടാകുമല്ലോ. തീർച്ചയായും. റിട്ടാർഡറുകൾ ഇവ സെറ്റിംഗ് സമയം കൂട്ടുന്നു. ജിപ്സം, പഞ്ചസാര എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ്. പഞ്ചസാരയോ? അതെ. ചൂടുകാലത്ത് കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റായി പോകാതിരിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഞാനൊരിക്കലൊരു സൈറ്റിൽ ചെന്നപ്പോൾ സൂപ്പർവൈസർ വെള്ളം വീണ്ടും വീണ്ടും ചേർക്കുന്നു. വർക്കബിലിറ്റി കൂട്ടാൻ. അതെ. ഞാൻ അദ്ദേഹത്തോട് ഈ ചപ്പാത്തിയുടെ ഉദാഹരണം പറഞ്ഞു. നമ്മൾ ദോശമാവല്ല ചപ്പാത്തി മാവാണ് ഉണ്ടാക്കുന്നത് എന്ന്. അദ്ദേഹത്തിന് കാര്യം പെട്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ഒരു റിട്ടാർഡർ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. അത് നല്ലൊരു അനുഭവമാണല്ലോ. വേറെയുമുണ്ടോ ഇതുപോലെ? ഉണ്ട്. എയർ എൻട്രെയിനിങ് ഏജന്റ്സ് എന്നൊരു വിഭാഗമുണ്ട്. അലുമിനിയം പൗഡർ പോലെയുള്ളവ. അതെന്ത് ചെയ്യും? ഇവ കോൺക്രീറ്റിൽ വളരെ ചെറിയ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ചെറിയ വായുകുമിഴകൾ ഉണ്ടാക്കും. അതുകൊണ്ടെന്തു ഗുണം? ഇത് കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി മെച്ചപ്പെടുത്തും. പിന്നെ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റിനുള്ളിലെ വെള്ളം തണുത്തുറഞ്ഞ് വിള്ളലുകൾ ഉണ്ടാകുന്നത് തടയാനും സഹായിക്കും. ഇനി അവസാനമായി ചില പൊതുവായ നിബന്ധനകളിലേക്ക് വരാം. ഒരു ക്യൂബിക് മീറ്റർ കോൺക്രീറ്റിൽ പരമാവധി 450 കിലോ സിമന്റ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നു. സിമന്റ് കൂടുന്നത് നല്ലതല്ലേ? പിന്നെന്തായി നിയന്ത്രണം? സിമന്റ് ഒരു പരിധിയിൽ കൂടുതൽ ചേർത്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതെന്താ? സിമന്റ് ഹൈഗ്രേഷൻ നടക്കുമ്പോൾ ചൂട് പുറത്തുവിടും. ഉണങ്ങുമ്പോൾ അത് ചുരുങ്ങുകയും ചെയ്യും. സിമന്റിന്റെ അളവ് കൂടിയാൽ ഈ ചൂടും ചുരുങ്ങലും കൂടും. അത് വിള്ളലുകൾക്ക് കാരണമാകും. അതെ. അതുകൊണ്ടാണ് ആ നിയന്ത്രണം. അതുപോലെ ഓരോ തരം നിർമ്മാണത്തിനും ഉപയോഗിക്കേണ്ട കോൺക്രീറ്റിന്റെ ഏറ്റവും കുറഞ്ഞ ഗ്രേഡും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. M20, M30 എന്നൊക്കെ. എന്താണ് ഈ M20? വളരെ പ്രസക്തമായ ചോദ്യമാണ്. M എന്നത് മിക്സ്, 20 എന്നത് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. അതായത് 28 ദിവസം ക്യൂർ ചെയ്ത ഒരു M20 ഗ്രേഡ് കോൺക്രീറ്റ് ക്യൂബിന് ഒരു ചതുരശ്ര മില്ലിമീറ്ററിൽ 20 ന്യൂട്ടൺ ഭാരം താങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോ അതതിന്റെ കരുത്തിന്റെ ഒരു റേറ്റിംഗ് ആണ്. അതെ. നമ്പർ കൂടുന്തോറും കരുത്തും കൂടും. അപ്പോ ഏതൊക്കെ നിർമ്മാണങ്ങൾക്കാണ് ഈ ഗ്രേഡുകൾ ഉപയോഗിക്കുന്നത്? RCC, പ്രീ ടെൻഷൻഡ്, പോസ്റ്റ് ടെൻഷൻഡ് എന്നൊക്കെ കാണുന്നു. RCC എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന കമ്പിയിട്ട കോൺക്രീറ്റ്, വീടുകൾക്കും സാധാരണ കെട്ടിടങ്ങൾക്കും. അതിന് M20 മതി. ഏറ്റവും കുറഞ്ഞത് M20 വേണം. എന്നാൽ പ്രീ ടെൻഷൻഡ്, പോസ്റ്റ് ടെൻഷൻഡ് എന്നൊക്കെ പറയുന്നത് വലിയ പാലങ്ങളുടെയും ബീമുകളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയാണ്. അതിൽ സ്റ്റീൽ കേബിളുകൾ വലിച്ചു മുറുക്കി വെക്കും അല്ലേ? അതെ. കോൺക്രീറ്റ് ഉറക്കുന്നതിന് മുൻപോ ശേഷമോ ഇത് കോൺക്രീറ്റിന് അസാധാരണമായ ബലം നൽകും. അത്തരം നിർമ്മാണങ്ങൾക്ക് കൂടുതൽ കരുത്തുള്ള കോൺക്രീറ്റ് വേണം. അതുകൊണ്ടാണ് M30, M40 ഒക്കെ വേണ്ടിവരുന്നത്. അതെ. പോസ്റ്റ് ടെൻഷൻഡിന് കുറഞ്ഞത് M30, പ്രീ ടെൻഷൻഡിന് M40 ഗ്രേഡും നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിന്റെ ജനനം മുതൽ അതിന്റെ കരുത്ത് തെളിയിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. എന്താണത്? കോൺക്രീറ്റ് എന്നത് വെറുമൊരു മിശ്രിതമല്ല. ഓരോ ഘട്ടത്തിലും കൃത്യമായ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള സങ്കീർണമായ ഒരു രാസപ്രവർത്തനമാണ്. വളരെ ശരിയാണ്. ഓരോ ഘട്ടവും ഒരു ശൃംഖലയിലെ കണ്ണികൾ പോലെയാണ്. ഒന്ന് ദുർബലമായാൽ ആ ശൃംഖല മൊത്തത്തിൽ ദുർബലമാകും. നമ്മൾ കോൺക്രീറ്റ് സാമ്പിളുകൾ പൊട്ടിച്ചു പരിശോധിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളെപ്പറ്റി സംസാരിച്ചല്ലോ. ഇതെന്നെ മറ്റൊരു ചിന്തയിലേക്ക് നയിക്കുന്നു. ഓക്കെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപരമായ കെട്ടിടങ്ങൾ, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലങ്ങൾ, ഇവയുടെയൊക്കെ ബലം, അവയ്ക്ക് കേടുപാടുകൾ വരുത്താതെ എഞ്ചിനീയർമാർ എങ്ങനെയായിരിക്കും പരിശോധിക്കുന്നത്? അത്തരം നോൺ ഡിസ്ട്രക്റ്റീവ് അഥവാ കേടുപാടുകൾ വരുത്താത്ത രീതികൾ എന്തൊക്കെയായിരിക്കും? ഒരു സാമ്പിൾ പൊട്ടിച്ചു നോക്കുന്നതിലൂടെ അറിയാൻ കഴിയാത്ത എന്തെല്ലാം രഹസ്യങ്ങൾ ആ രീതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും?